കണ്ണൂരിൽ CPIM ലോക്കൽ സെക്രട്ടറിയെ പോലീസ് മർദ്ദിച്ചെന്ന് പരാതി. ചൊക്ലി CIയുടെ നേതൃത്വത്തിൽ മുൻവൈരാഗ്യം വെച്ച് മർദ്ദിച്ചെന്നാണ് ചൊക്ലി മേനപ്പുറം ലോക്കൽ സെക്രട്ടറി T ജയേഷിന്റെ പരാതി. പുഷ്പം ദിനാചരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ബോർഡും കൊടികളും സിവിൽ ഡ്രസ്സിലെത്തി CI പിഴുതെറിഞ്ഞെന്നും പരാതിയിൽ പറയുന്നു. ആദ്യം ആ പ്രതികരണത്തിൽ. പുഷ്പൻ ദിനാചരണത്തിൻ്റെ ഭാഗമായി മേനപ്പുറം അമ്പലത്തിൻ്റെ അടുത്ത് ഉയർത്തിയിട്ടുള്ള കൊടിമരവും കൊടിയും വൻ പോലീസ് സന്നാഹത്തോടുകൂടി നീക്കം ചെയ്യുന്നുണ്ട്. ഞാൻ CIയോട് സംസാരിച്ചു. സാറേ, നമ്മളത് നീക്കം ചെയ്തു തരാം, നിങ്ങൾ തൽക്കാലം പരസ്യമായി നീക്കം ചെയ്യുന്നത് ഒഴിവാക്കണം. സിവിൽ ഡ്രസ്സിലാണ് CI ഉള്ളത്. കേട്ടാലറക്കുന്ന ഭാഷയിലാണ് ഈ CI തെറി പറഞ്ഞിട്ടുള്ളത്. മറ്റു പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചാൽ മതി. എന്നോട് വ്യക്തിപരമായി വൈരാഗ്യമുണ്ട്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ ചെയ്യുന്നു. അരുൺ, പരാതി പറയുന്നത് സർക്കാർ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു നേതാവാണ്. എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? സുഹേൽ, ഇന്നലെ രാത്രി 11 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. ചൊക്ലി മേനപ്പുറത്ത് വെച്ചാണ്. അവിടെ ഈ പുഷ്പൻ ദിനാചരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം CPM സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡും അതോടൊപ്പം തന്നെ കൊടിതോരണങ്ങളും ഉണ്ടായിരുന്നു. ഇത് പൊതുസ്ഥലത്താണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത് നീക്കം ചെയ്യുന്നതിന് വേണ്ടി പോലീസ് സംഘം അവിടെ എത്തിയത്. ചൊക്ലി CI മഹേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അവിടെ എത്തിയത്. അതിനുശേഷം അത് നീക്കം ചെയ്യുന്നതിനിടെ CPM പ്രവർത്തകർ അത് തടയുന്നു. അങ്ങനെയാണ് CPMന്റെ ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള T ജയേഷ് അങ്ങോട്ട് എത്തുന്നത്. അതിനുശേഷം ഈ ജയേഷും ചൊക്ലി CI ഉൾപ്പെടെയുള്ള പോലീസ് സംഘവുമായി തർക്കത്തിൽ ഏർപ്പെടുന്നു. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഫ്ലക്സ് ബോർഡും കൊടിതോരണങ്ങളും അവിടെ നിന്ന് നീക്കം ചെയ്തു. ഇതേ തുടർന്നുണ്ടായ തർക്കത്തിനിടെ ഈ ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ജയേഷിനെ ചൊക്ലി CI പോലീസ് സംഘം മർദ്ദിച്ചു എന്നതാണ് ഇപ്പോൾ പരാതി. ജയേഷ് ഇപ്പോൾ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഇത് മുൻവൈരാഗ്യം വെച്ചുകൊണ്ടുള്ള മർദ്ദനമാണ് എന്ന ആരോപണവും കൂടിയുണ്ട്. RSSന്റെ ഏജന്റായി CI അവിടെ പ്രവർത്തിക്കുന്നു എന്നുൾപ്പെടെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഈ ലോക്കൽ സെക്രട്ടറി ഉന്നയിച്ചിട്ടുള്ളത്. പക്ഷെ പോലീസ് ഇത് വിശദീകരിക്കുന്നത് നിയമപരമായി അവിടെ അല്ലെങ്കിൽ ഈ നിയമം ലംഘിച്ചുകൊണ്ടുള്ള ഈ കൊടിതോരണങ്ങളും ഫ്ലക്സ് ബോർഡ് നീക്കം ചെയ്യാനാണ് അവിടെ പോയത്. ആ സമയത്ത് ഈ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി പോലീസിന് നേരെയാണ് ആദ്യം മർദ്ദനമുണ്ടായത്. ശരി, എന്തായാലും പോലീസിനും നേതാവിനും അവരുടേതായ ഭാഗങ്ങൾ പറയാനുണ്ട്. സത്യമെന്ന് കണ്ടെത്തി നടപടി ഉണ്ടാകട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.